Hi friends, welcome to Shamila's Tasty Recipe. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തലശ്ശേരി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. ഓക്കെ, എൻ്റെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. തലശ്ശേരി ബിരിയാണിക്ക് ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ചിക്കൻ മസാല പുരട്ടുക എന്നതാണ്. നമുക്ക് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ, ഒരു ചെറുനാരങ്ങയുടെ നീര്, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് നല്ലവണ്ണം മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 20 മിനിറ്റ് മാറ്റി വെക്കാം. 20 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് നല്ലോണം പൊരിച്ചെടുക്കണം. നമ്മൾ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കന് 80% ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇത് ഫ്രൈ ചെയ്തിട്ടുണ്ട്. 80% ആണ് ഫ്രൈ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് മസാല തയ്യാറാക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിൻ്റെ ഓയിൽ ഉണ്ടല്ലോ, അത് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ 4 വലിയ ഉള്ളി മുറിച്ചത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കണം. നമ്മുടെ ഉള്ളി ഈ രൂപത്തിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ രൂപത്തിൽ വാടി വന്നതിന് ശേഷം നമുക്ക് ഒരു 3 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്തത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തക്കാളി നല്ലവണ്ണം വാടുന്ന വരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വാട്ടിയെടുക്കാം. അങ്ങനെ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 15 പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ ഇത് നമുക്ക് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം.
നമ്മൾ ഉള്ളി വേവാൻ വേണ്ടി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഉപ്പ് ടേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ചെറിയ ഫ്ലെയിമിൽ, അതായത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തലശ്ശേരി ബിരിയാണീൻ്റെ സെക്കൻഡ് സ്റ്റെപ്പായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പ് ചോറ് വെക്കലാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായ ചോറ് വെക്കലിന് ആദ്യം നമുക്ക് ഒരു 1/2 കപ്പ് ഗീ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ഉള്ളി നീളത്തിൽ അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഉള്ളിനെ നല്ലോണം ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. പിന്നെ തുടരെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അങ്ങനെ നമ്മുടെ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ കളറ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്നില്ല, ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഈ ഉള്ളിൻ്റെ പാത്രത്തിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിരിക്കുന്ന 4 കപ്പ് ജീരകശാല നേരിയരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 250 ml ഈ ഒരു രൂപത്തിലുള്ള കപ്പിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു 3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത്. അങ്ങനെ ഇത് 3 മിനിറ്റ് ഞാൻ നന്നായിട്ട് വറുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മുടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 4 കപ്പ് അരിക്ക് 8 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 4 കപ്പ് അരിക്ക് 8 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 കഷ്ണം പട്ട, 4 ഗ്രാമ്പു, ഒരു 3 ഏലം ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും. നമ്മൾ ചോറ് നല്ല വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ചോറിൻ്റെ ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചും കൂടി വേവാനുണ്ട്.
നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഇതൊന്ന് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചോറിവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോറിന വേവുന്നത് വരെ ലോ ഫ്ലെയിമിലിടണം. അങ്ങനെ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായ ചോറ് വെക്കൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നാലാമത്തെ സ്റ്റെപ്പ് ബിരിയാണി ദമ്മാക്കലാണ്. അത് നമുക്കിനി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് എല്ലാ ചോറും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മൊത്തം ഇത് കവർ ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് ചോറ് ഇട്ട് കൊടുക്കണം. ബിരിയാണിക്കുള്ള കളറാണിത്. ഇത് ഞാൻ ഒരു ചെറുനാരങ്ങ നീരിൽ ഒരല്പം മഞ്ഞൾ പൊടി ചേർത്ത് കലക്കിയതാണിത്. ഞാനിത് പുറത്തു നിന്നും കളറ് വാങ്ങിക്കാറില്ല. ബിരിയാണിയിൽ കളറ് കിട്ടാൻ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇത് നമുക്ക് ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരല്പം ഗരം മസാല ഇങ്ങനെ വിതറി കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗീ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മല്ലിയില, കറിവേപ്പില. ഇതിന് മുകളിൽ വീണ്ടും നമുക്ക് ഒരു ലെയറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഗീ, കളറ്, പൊരിച്ച ഉള്ളി, കറിവേപ്പില, മല്ലിയില. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് ദമ്മാക്കിയിട്ടെടുക്കാം. അതിനു വേണ്ടി ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കൽ എങ്ങനെയാണെന്ന് കൂടി നോക്കാം. അങ്ങനെ നമ്മൾ ദമ്മ് ഇങ്ങനെ പൊളിക്കാന്ന് വെച്ചാൽ നമ്മൾ മുകളിൽ ലെയറാക്കിയിട്ട ചോറ് മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾ ചോറ് മുകളിലിട്ട ചോറൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മസാല പിടിച്ച ചോറെല്ലാം അവിടെ തന്നെ വെക്കുക. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ്. അങ്ങനെ നമ്മുടെ തലശ്ശേരി ബിരിയാണീൻ്റെ മസാല വേറെയും ചോറ് വേറെയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.